കൃഷ്ണ ഗുരുവായൂരപ്പ. ഭാഗവത കഥകളിൽ നമുക്കിന്ന് സുദ്യുമ്നൻ്റെ കഥ കേൾക്കാം. പ്രപഞ്ചമാകെ വെള്ളത്തിൽ മുങ്ങിപ്പോയതും ആ സമുദ്രത്തിൽ സത്യവ്രതൻ മാത്രം ബാക്കിയായതും ബ്രഹ്മരാത്രികൾ കഴിഞ്ഞ് ബ്രഹ്മദേവൻ ഉണർന്നതുമൊക്കെ മത്സ്യാവതാരത്തിൽ പറഞ്ഞിരുന്നല്ലോ. ആ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ പരീക്ഷിത്തിന് സത്യവ്രതൻ്റെ കഥ എന്തായി, വിഷ്ണുദേവൻ്റെ തത്വോപദേശം കേൾക്കാൻ സൗഭാഗ്യം ലഭിച്ച സത്യവ്രതൻ പ്രളയശേഷം എവിടേക്ക് പോയി എന്നിങ്ങനെയുള്ള ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടായി. രാജാവിൻ്റെ സംശയങ്ങൾ അറിഞ്ഞിട്ടെന്ന പോലെ ശ്രീശുകൻ സത്യവ്രതൻ്റെ അനന്തരകഥ പറയാൻ തുടങ്ങി. ബ്രഹ്മരാത്രികൾ കഴിഞ്ഞ് ബ്രഹ്മാവ് ഉണർന്നെഴുന്നേറ്റതോടെ സൃഷ്ടികർമ്മങ്ങൾ വീണ്ടും ആരംഭിച്ചു. ഒപ്പം സ്ഥിതിയും സംഹാരവും. എങ്ങും സസ്യജാലങ്ങളും ജന്തുജീവികളും പഴയതുപോലെ തന്നെ ജീവിച്ചു തുടങ്ങിയിരുന്നു. അതിനിടെ സത്യവ്രതൻ ഭൂമിയിൽ ജന്മമെടുത്തു. മത്സ്യാവതാരമായ വിഷ്ണുദേവൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സത്യവ്രതൻ ഭൂമിയിൽ ജന്മമെടുത്തത്. വൈവസ്വത മനു എന്ന പേരിൽ സൂര്യദേവൻ്റെ പുത്രനായിട്ടാണ് സത്യവ്രതൻ ജന്മം കൊണ്ടത്. കാലക്രമത്തിൽ വൈവസ്വത മനു ശ്രദ്ധാദേവിയെ വിവാഹം കഴിച്ചു. പക്ഷേ സന്തതി ഭാഗ്യം ഉണ്ടായില്ല. അതുകൊണ്ട് പുത്രലബ്ധിക്കായി വസിഷ്ഠൻ തുടങ്ങിയ മഹർഷിമാരുടെ ഉപദേശപ്രകാരം അദ്ദേഹം യാഗകർമ്മങ്ങളിൽ ഏർപ്പെട്ടു. വൈവസ്വത മനുവിന് ഒരു പുത്രനുണ്ടായി കാണാനായിരുന്നു മോഹം. അതിലേക്ക് വേണ്ടിയിട്ടായിരുന്നു യാഗകർമ്മങ്ങൾ നടത്തിയതും. പക്ഷേ പത്നി ശ്രദ്ധാദേവിക്ക് പുത്രിയായിരുന്നു ആവശ്യം. അവർ പുത്രിക്ക് വേണ്ടിയിട്ടായിരുന്നു വ്രതാനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നത്. ഒരു യാഗവേളയിൽ ഹോതാവ് കർമാനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിക്കവേ ശ്രദ്ധാദേവി തൻ്റെ ആഗ്രഹം രഹസ്യമായി ഹോതാവിനെ അറിയിച്ചു. എനിക്ക് ഈ യാഗവേളയിലെങ്കിലും ഒരു മകളെ കിട്ടുമാറാകണം. യാഗത്തിന് വേണ്ടിയുള്ള ഹവിസ് ഒരുക്കുന്നതിന് തൊട്ടു മുൻപ് ശ്രദ്ധാദേവി നടത്തിയ അപേക്ഷ കാരണം അവർക്ക് ഒരു പെൺകുട്ടിയെ ലഭിക്കുകയും ചെയ്തു. പക്ഷേ രാജാവിന് വേണ്ടിയിരുന്നത് ഒരു ആൺകുട്ടിയായിരുന്നു. പെൺകുട്ടിക്ക് ഇള എന്ന പേരിട്ടു എങ്കിലും രാജാവിന് തീരെ തൃപ്തിയായില്ല. രാജാവിന് ഒരു പുത്രനെ കിട്ടിയേ തീരൂ എന്ന ആഗ്രഹം കലശലായി. കാര്യം അദ്ദേഹം വസിഷ്ഠനോട് പറഞ്ഞു. വസിഷ്ഠനാകട്ടെ വൈവസ്വത മനുവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. അദ്ദേഹം മനുവിനോട് പറഞ്ഞു, പ്രഭോ, അങ്ങ് വിഷമിക്കേണ്ട, അങ്ങയുടെ ആഗ്രഹം സഫലമാകും. അല്പം കൂടെ ക്ഷമിക്കൂ. ഇങ്ങനെ ഉപദേശം നൽകിയ വസിഷ്ഠൻ ഭഗവാനെ ധ്യാനിച്ചു. എന്നിട്ട് ഭഗവത് ശക്തി കൊണ്ട് അദ്ദേഹം ഇളയെ ഒരു ആൺകുട്ടിയാക്കി മാറ്റി. ആ കുട്ടിയാണ് സുദ്യുമ്നൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ശാരീരികമായും ബുദ്ധിപരമായും സുദ്യുമ്നൻ വളരെ മിടുക്കനായിരുന്നു. യുവാവായപ്പോൾ തന്നെ സർവ്വവിദ്യകളും ആ കുമാരൻ സ്വന്തമാക്കിയിരുന്നു. മിടുമിടുക്കനായ മകനെ ലഭിച്ചതിൽ വൈവസ്വത മനുവും ശ്രദ്ധാദേവിയും അതീവ സന്തുഷ്ടരായിരുന്നു. അവർ കാലക്രമേണ സുദ്യുമ്നനെ രാജ്യഭാരം ഏൽപ്പിച്ചു. എന്നിട്ട് സന്യസിക്കാനായി അവർ കാട്ടിലേക്ക് പോയി. ധർമ്മിഷ്ഠനും നീതിമാനുമായ സുദ്യുമ്നൻ പ്രസിദ്ധനായി. രാജ്യത്തെങ്ങും ഐശ്വര്യവും ക്ഷേമവും കളിയാടി. പ്രജകൾക്ക് സുദ്യുമ്നൻ കാണപ്പെട്ട ദൈവമായി മാറി. അങ്ങനെയിരിക്കെ ഒരു നാൾ സുദ്യുമ്ന രാജാവ് നായാട്ടിനായി കാട്ടിലേക്ക് പോയി. ചില സേവകരും കൂടെ ഉണ്ടായിരുന്നു. ഒരു മാനിനെ പിന്തുടർന്നു പോയ രാജാവ് മഹാമേരു പർവ്വതത്തിൻ്റെ താഴ്വരയിലെ വനത്തിനുള്ളിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ തൊട്ടുമുന്നിലുണ്ടായിരുന്ന മാൻ അപ്രത്യക്ഷനായി. അത് എങ്ങോ ഓടി മറഞ്ഞു. അവിടുത്തെ അന്തരീക്ഷത്തിനാകെ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ രാജാവിന് തോന്നി. പെട്ടെന്ന് താൻ ആകെ മാറുന്നതുപോലെ രാജാവിന് തോന്നി. അതുപോലെ തന്നെ സേവർക്കും. പിന്നീട് ഒട്ടും താമസിച്ചില്ല, രാജാവും സേവകരും സുന്ദരികളായ യുവതികളായി മാറി. ഭംഗിയുള്ള വസ്ത്രങ്ങളും മനോഹരങ്ങളായ ആഭരണങ്ങളും അണിഞ്ഞ അതിസുന്ദരിയായ ഒരു രാജകുമാരിയായി മാറി സുദ്യുമ്ന രാജാവ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പരിചാരകരും സൗന്ദര്യവതികളായ പരിചാരികളായി മാറി. രാജാവിനും കൂട്ടർക്കും ഒന്നും വിശ്വസിക്കാനാവുന്നില്ല. അവർ തന്നെത്താൻ ദേഹമാസകലം തപ്പിത്തടവി. എല്ലാം സ്ത്രീകളുടേതുപോലെ. നീണ്ട തലമുടി, ഉയർന്ന മാറിടങ്ങൾ, സ്വഭാവത്തിനും നോട്ടത്തിനും ഒക്കെ സ്ത്രീത്വം മാത്രം. ഇതെങ്ങനെ സംഭവിച്ചു? ഏതെങ്കിലും ഋഷിമാരുടെ വിദ്യയോ അതോ രാക്ഷസരുടെ മായാജാലമോ? രാജാവും പരിചാരകരും വല്ലാതെ അമ്പരന്നു. അവർ വിസ്മയസ്തബ്ധരായി. ഇനി എന്താണിതിന് ഒരു പോംവഴി? എങ്ങനെയാണ് പഴയതുമാതിരി പുരുഷന്മാരാകാൻ കഴിയുക? ഇവിടെ വന്നപ്പോൾ പെട്ടെന്നിങ്ങനെ മാറാൻ കാരണമെന്ത്? അവർ ഓരോന്നാലോചിച്ച് വിഷമിച്ചു. സുദ്യുമ്നനും കൂട്ടരും എത്തിച്ചേർന്ന ആ പ്രദേശത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ഒരിക്കൽ പാർവതി പരമേശ്വരന്മാരുടെ സംഗമഭൂമിയായിരുന്നു ആ മനോഹരമായ പ്രദേശം. ഒരു നാൾ അവർ അവിടെ പ്രണയകേളികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോൾ ചില താപസന്മാർ വഴിതെറ്റി ആ പ്രദേശത്തെത്തി. അവർ സംഗതി അറിയാതെയാണ് പാർവതി പരമേശ്വരന്മാരുടെ മുന്നിലെത്തിയത്.
പ്രേമകേളികളിൽ ഏർപ്പെട്ടിരുന്നത് കാരണം പരമേശ്വരൻ മഹർഷിമാരെ കണ്ടില്ല. പക്ഷേ പാർവതി മഹർഷിമാരെ കാണുകയും ചെയ്തു. അതോടെ പാർവതിക്ക് വല്ലാതെ നാണവും ദേഷ്യവുമൊക്കെയായി. ആരുടെയും ശല്യമില്ലാതെ സ്വൈര്യമായി ക്രീഡകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അതിനിടയിൽ കയറി വന്ന താപസന്മാരോട് പാർവതിക്ക് കലി തോന്നി. പാർവതി ശപിച്ചു, ഇനിമേൽ ഈ പ്രദേശത്ത് വരുന്ന പുരുഷന്മാരൊക്കെ സ്ത്രീകളായി പോകട്ടെ. ഈ ശാപത്തിൻ്റെ ശക്തി കൊണ്ടാണ് അവിടെ എത്തിയ സുദ്യുമ്ന രാജാവും കൂട്ടരും സ്ത്രീകളായി മാറിയത്. രാജാവിനും കൂട്ടർക്കും ഈ ശാപത്തെക്കുറിച്ച് അറിയാമായിരുന്നില്ല. സുദ്യുമ്നനും സേവകരും വല്ലാതെ വിഷമത്തിലായി. ആണുങ്ങളായിട്ട് വന്നവർ സ്ത്രീകളായിട്ട് തിരികെ ചെന്നാലുള്ള പ്രശ്നങ്ങളോർത്ത് അവർ സങ്കടത്തിലായി. ഇനി എന്താണ് ചെയ്യുക? കാട്ടിൽ തന്നെ കാലം കഴിച്ചു കൂട്ടാനാവില്ലല്ലോ. ഏതായാലും നാട്ടിലേക്ക് മടങ്ങിപ്പോവുക തന്നെ. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് അവർ നാട്ടിലേക്ക് യാത്രയായി. അല്പദൂരം പിന്നിട്ടപ്പോൾ ഒരു സുന്ദരനായ യുവാവ് അവർക്ക് അഭിമുഖം വരുന്നത് കണ്ടു. യുവാവിനെ കണ്ട മാത്രയിൽ പെണ്ണായിത്തീർന്നിരുന്ന സുദ്യുമ്ന രാജാവിന് നാണം തോന്നി. കാരണം സുദ്യുമ്നൻ പണ്ട് ഇളാദേവി എന്ന പെണ്ണായിരുന്നല്ലോ. അവർ തല താഴ്ത്തി നഖമുന കൊണ്ട് തറയിൽ പടം വരച്ചു. സേവികമാരും ലജ്ജാവിവശകളായി. ആ സുന്ദരനായ യുവാവ് യുവതികളുടെ അടുക്കലേക്ക് നീങ്ങി. എന്നിട്ട് ഇളാദേവിയോടായി പറഞ്ഞു, അല്ലയോ കുലീനയായ സുന്ദരി, ഭവതിയെ കണ്ട മാത്രയിൽ തന്നെ ഞാൻ വല്ലാതെ ആകൃഷ്ടനായിരിക്കുന്നു. ഭവതിയുടെ നിൽപ്പും ഭാവവും കണ്ടിട്ട് ഭവതിക്കും അതുപോലെ അനുഭവപ്പെടുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ചന്ദ്രദേവൻ്റെ മകനാണ്. ബുധൻ എന്നാണ് എൻ്റെ പേര്. ഭവതിക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ വിവാഹിതരാവാം. ബുധൻ്റെ മധുരമായ വാക്കുകൾ കേട്ടപ്പോൾ ഇളാദേവിയുടെ മനസ്സിൽ പ്രേമത്തിൻ്റെ മധു നിറഞ്ഞു. അവർ വിവാഹിതരാവുകയും ചെയ്തു. ഇളയും ബുധനും സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതം നയിച്ചു. കാലക്രമത്തിൽ ഇളാദേവി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പുരൂരവസ എന്നായിരുന്നു ആ കുഞ്ഞിന് പേരിട്ടത്. പിൽക്കാലത്ത് ചന്ദ്രവംശത്തിലെ ആദ്യത്തെ രാജാവായത് ഈ പുരൂരവസ ആയിരുന്നു. സുദ്യുമ്ന രാജകുമാരൻ നായാട്ടിന് പോയതും വീണ്ടും സ്ത്രീയായി മാറിയതും ബുധനെ വിവാഹം കഴിച്ചതുമൊക്കെ വസിഷ്ഠ മഹർഷി അറിഞ്ഞു. ഇത് അറിഞ്ഞപ്പോൾ വസിഷ്ഠന് വലിയ വിഷമം തോന്നി. കാരണം ഇളാദേവിയെ പുരുഷനാക്കി സുദ്യുമ്നാക്കി മാറ്റിയത് വസിഷ്ഠനായിരുന്നു. പക്ഷേ ആ മാറ്റം ശാശ്വതമായിരുന്നില്ലല്ലോ എന്നോർത്തിട്ടാണ് വസിഷ്ഠ മഹർഷിക്ക് വ്യസനം. വസിഷ്ഠൻ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചു. എന്നിട്ട് വസിഷ്ഠ മഹർഷി തൻ്റെ വ്യസനം പരമശിവനെ അറിയിച്ചു. ഭഗവാൻ പറഞ്ഞു, ഞാനെല്ലാം അറിയുന്നു. അങ്ങയുടെ വിഷമവും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ദേവിയുടെ ശാപം ഫലിക്കാതെ ഇരിക്കില്ല. അതുകാരണം സുദ്യുമ്നൻ പെണ്ണായി ജീവിക്കുക തന്നെ വേണം. എങ്കിലും ഒരു ഇളവ് അനുവദിക്കാം. ഇടവിട്ടിടവിട്ട് ആണും പെണ്ണുമായി ജീവിക്കാൻ അദ്ദേഹത്തിന് ഇടവരട്ടെ. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. ഭഗവാന്റെ വാക്കുകൾ ഫലിച്ചു. സുദ്യുമ്നൻ ആണും പെണ്ണുമായി കാലം കഴിച്ചു. വാർദ്ധക്യമായപ്പോൾ സന്യാസിയാകാൻ കാട്ടിലേക്ക് പോയി. അപ്പോൾ പുരൂരവസ് രാജ്യഭാരം ഏറ്റെടുത്തു. അതിനിടെ സുദ്യുമ്നൻ പെണ്ണായി മാറിയ വൃത്താന്തം വൈവസ്വത മനു അറിയാനിടയായി. തപസ്സനുഷ്ഠിക്കുകയായിരുന്ന മനുവിന് ആ വാർത്ത ഒരാഘാതമായി. മനു വീണ്ടും പുത്രന്മാർക്കു വേണ്ടി ആശിച്ചു. അതിനുവേണ്ടി കഠിനമായ തപസ്സിലേർപ്പെട്ടു. തപസ്സിൽ നിന്ന് ലഭിച്ച ദിവ്യജ്ഞാനത്താൽ മനു പുത്രകാമേഷ്ടിയിൽ യാഗം നടത്തി. യാഗഫലമായി മനുവിന് 10 പുത്രന്മാർ കൂടി ജനിച്ചു. ഇക്ഷ്വാകു, നൃഗൻ, ശര്യാതി, ദിഷ്ട്രൻ, ദൃഷ്ട്രൻ, കരൂക്ഷൻ, നിരീക്ഷ്യൻ, പൃഷഗ്നൻ, നഭകൻ, കവി എന്നിവരായിരുന്നു ആ 10 പുത്രന്മാർ. സുദ്യുമ്നൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് ഭാഗവത കഥകളിൽ ചിതൽപുറ്റിനുള്ളിലെ ചവന മഹർഷിയുടെ കണ്ണുകൾ അറിയാതെ കുത്തിപ്പൊട്ടിച്ച സുകന്യയുടെ കഥ കേൾക്കാം.